ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു സിമ്പിൾ ചക്ക റെസിപ്പിയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഉണക്ക ചക്കയാണ്. ഓക്കെ, നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയ ചക്ക. അപ്പം ഇച്ചിരി ഹാർഡായിരിക്കുമല്ലോ അത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വയ്ക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇതിനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം. അപ്പോൾ അത് ഇച്ചിരി സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ വേവിക്കണം. പക്ഷേ നാട്ടിലെ ചക്കയാണെങ്കിൽ നമുക്ക് ആവി കൊണ്ടാൽ തന്നെ അത് വെന്തോളും, ഒരുപാട് അങ്ങനെയായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉണങ്ങിയ ചക്കയാണ്, അപ്പോൾ അതിന് ആവി കൊണ്ടാൽ അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചക്ക പുഴുക്കിൻ്റെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് അതിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ ഉള്ളി, പിന്നെ ജീരകം, പിന്നെ ഈ തേങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് എന്താ പറയുക, റോസ്റ്റ് ചെയ്ത്, നന്നായിട്ട് റോസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഡീപ്പ് ബ്രൗൺ ആവണ്ട, ഒന്ന് റോസ്റ്റ് ആയിട്ടുള്ള തേങ്ങയാണ്. ഇന്ത്യയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ടേസ്റ്റിനൊന്നും ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, ഡീപ്പായിട്ട് അങ്ങനെ ഒരുപാടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞിട്ട് ഈ കൂട്ട് അതിലോട്ട് ചേർക്കാം. എന്നിട്ട് അപ്പം തന്നെ ഇളക്കണ്ട. ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടച്ച് വച്ച് വേവിക്കണം. അപ്പോൾ ഇളക്കാതെ തന്നെ അടച്ച് വച്ച് വേവിക്കുമ്പം ഈ ആവി കൊണ്ട് ആ കൂട്ടങ്ങ് വെന്തോളും. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക, ജ്യൂസ് അതിലോട്ട് ആ ചക്കയിലോട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പം നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു 3-4 മിനിറ്റ് അങ്ങനെ തിളയ്ക്കാൻ വച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആക്ച്വലി ആ ചാറ് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണേ. ഒരു പീസും കൂടെ നോക്കട്ടെ വെന്തോന്ന്. കഴിഞ്ഞ പ്രാവശ്യം വേവിച്ചപ്പോഴേ നന്നായിട്ട് വേവിച്ചായിരുന്നേ. പിന്നെ ഇപ്രാവശ്യം വേവിച്ചു ഒരുപാട് വേവിച്ചാൽ എന്താ പറയുക, ആത്മാവ് വരെ വേവിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരുപാടങ്ങ് വേവിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഞാനൊരു 2-3 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം. ഈ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നോക്കുന്ന ആൾക്കാരൊന്നും ഇത് ഫോളോ ചെയ്യല്ലേ. ഇത് നമ്മൾ എന്താ പറയുക, ബീങ് മിനിമൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞാൻ ആക്ച്വലി അമ്മ ഇത് തന്നയച്ചപ്പോഴേ ഞാൻ അടി വെച്ചിട്ട് ഇത്രയൊന്നും വേണ്ട അമ്മ, എന്തിനാണ് ഇത്ര തന്നയക്കുന്നതെന്ന്. പക്ഷേ ശരിക്കും ഞാൻ എന്താ പറയുക, കുറേ കൂടെ എടുക്കണം എന്ന് തോന്നിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. അടിപൊളി. നമുക്ക് നാടൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാതെ വയ്യ, ഇത് കഴിച്ചാൽ മതി, ഇച്ചിരി ആശ്വാസം കിട്ടും. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താണ് ഇത്ര എന്താ പറയുക, കാനഡയുടെ എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. പക്ഷെ നമ്മൾ നാടുമായിട്ട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടിപ്പോയി, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇനി ഫൈനലായിട്ടുള്ള കാണിക്കും. ഇത് മാത്രം മതി കേട്ടോ. കാരണം വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളിയും ഞാൻ വെച്ചാൽ ഉണക്കത്തേങ്ങ ചിലപ്പോൾ പ്രശ്നമാകും. പക്ഷേ ഉണക്കത്തേങ്ങയുടെ ആ ഒരു ഇതൊന്നും അറിയുന്നില്ല. കാരണം വെച്ചാൽ അത്രയും അങ്ങോട്ടും അമ്മ ഉണക്കി തന്നില്ല. കാരണം വെച്ചാൽ അമ്മ പറഞ്ഞ് ചിലപ്പം ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമെന്ന് വെച്ചിട്ടേ ഒരുപാട് അങ്ങ് ഉണക്കിയില്ല. നമുക്ക് വറക്കുന്ന വേണമെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് വറക്കാമല്ലോ. പക്ഷേ ഈ പച്ചത്തേങ്ങ നമുക്ക് ചീത്തയായി പോകത്തില്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉണക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടെ, എണ്ണ വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയൊരു ഡീപ്പ് ബ്രൗൺ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ആ ഒരു വെള്ളത്തിൻ്റെ അംശം അങ്ങ് മാറുന്ന വരെ നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് തോരനിലിടാം, ഇതുപോലെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഇടാം, മീൻകറി വെക്കുമ്പോൾ ഇടാം. ഇപ്പോൾ കുറേശ്ശെ വീഴുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, യെസ്, ഇതാണ് ഫൈനൽ സ്റ്റേജ്. നമുക്ക് ഒന്ന് ഇളക്കി ജസ്റ്റ് ഇളക്കാം, ഒരുപാട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയേ. ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഇതിലൊന്നും വെച്ചിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചക്കക്കറി.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഒതൻറ്റിക്കായിട്ട് നോക്കുന്ന ആൾക്കാരും ഇതൊന്നും പരീക്ഷിക്കല്ലേ. ഇതൊക്കെ നമ്മൾ മറ്റേ മിനിമൽ രീതിയിലാണ്. യോഗയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ബീയിങ് മിനിമൽ എന്ന് പറയുന്നൊരു അവസ്ഥ. അത് ആക്ച്വലി നമുക്ക് നമ്മളെ എന്താ പറയുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ലൈനാണ്. അതിപ്പം എന്ത് കാര്യമാണെങ്കിലും മിനിമലായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി അടച്ച് വെച്ചിട്ട്, അപ്പോൾ ഇത് നമ്മുടെ ഈ ഇലക്ട്രിക് സ്റ്റൗ അല്ലേ, അപ്പോൾ ഇത് കുറച്ചുകൂടെ സമയം കൂടെ ചൂട് കാണും. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇത് ഇതാ മീൻകറിയാണേ, ഇത് നമ്മുടെ മോരുകറി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് കേട്ടോ. ചക്കയും മീനും മോരുകറിയും ചോറും. അപ്പം ഈ മീനും ആക്ച്വലി മോരുകറി ഒന്നും വേണ്ട, ചക്ക മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്